നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കി അമേരിക്ക. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യത്തിന്റെ വരുമാന സ്രോതസ്സുകളെല്ലാം അടച്ചുപൂട്ടുന്ന ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റന്റ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ തുടരുന്ന മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ഉപരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യവും സ്ഥാപനവും അമേരിക്കൻ ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്ന വാർത്താ സമ്മേളനത്തിൽ ബെസ്റ്റന്റ് വ്യക്തമാക്കി. ഇറാനു വേണ്ടി പണമടയ്ക്കൽ തട്ടിപ്പുകളിലും കള്ളപ്പണം വെളുപ്പിക്കലിലും പങ്കാളികളാകുന്നവരെ US ഡോളർ സാമ്പത്തിക ശൃംഖലയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ അസറ്റുകൾ, സാങ്കേതിക വിദ്യ, സ്വർണ്ണ, വ്യോമയാനം, ഷിപ്പിംഗ് തുടങ്ങിയ 5 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈന, തുർക്കി, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് നിലവിൽ ഇറാന്റെ വലിയ വ്യാപാര പങ്കാളികൾ. കൃത്യമായി ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാവും സെക്കൻഡറി ഉപരോധങ്ങൾ ചുമത്തുക എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞെങ്കിലും അമേരിക്കയുടെ കർശന നിലപാടിൽ നിന്ന് ആർക്കും ഒഴിവാകാനാകില്ല എന്ന് വ്യക്തമാക്കി. നേരത്തെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണങ്ങളും മാസങ്ങളായി തുടരുന്ന US നാവിക ഉപരോധവും കാരണം ഇറാന്റെ സാമ്പത്തിക മേഖല വൻ തകർച്ചയിലാണ്. രാജ്യത്തെ പണപ്പെരുപ്പവും രൂക്ഷമായതോടുകൂടി ഇറാൻ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് ഇടിവ് കുറച്ച് 2.02 ദശലക്ഷത്തിലെത്തി. യുദ്ധം ആരംഭിച്ചതിന് ശേഷം അരി, മാംസം തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു. ഇറാന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 5% കൂടുതൽ തകർച്ച നേരിടുമെന്നാണ് അന്താരാഷ്ട്ര നാണയ നിധി വിലയിരുത്തുന്നത്. അതിനിടെ ഇറാൻ പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് US മുൻ പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിച്ചു. ഇറാൻ സാമ്പത്തികവും സൈനികവുമായ തകർച്ചയിലാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ സാമ്പത്തിക D-Day ആരംഭിച്ചതായി പ്രഖ്യാപിക്കുകയും ഇവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ ആഗോളമായി ഒറ്റപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റന്റ് എഴുതിയ ലേഖനത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പരാമർശം. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയും അവരുടെ പ്രതിരോധ ഫാക്ടറികൾ ഭൂരിഭാഗം നശിപ്പിക്കുകയും ആണവായുധ പദ്ധതി തകർത്തു തരിപ്പണമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഈ ബെസ്റ്റന്റ് അവകാശപ്പെടുന്നു. ഏറ്റവും പുതിയ US നടപടികൾ അമേരിക്കയുടെ സൈനിക തോൽവിയുടെ സമ്മതപത്രമാണെന്ന് ഇറാൻ അഭിപ്രായപ്പെട്ടു. US സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടക്കുന്നത് ബെസ്റ്റിന്റെ അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്നുവെന്ന് ഡ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിൽ Xൽ കുറിച്ചു. ഫെബ്രുവരിയിൽ USഉം ഇസ്രായേലും യുദ്ധം ആരംഭിച്ചതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയായിരുന്നു എന്നാണ്. യുദ്ധ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണ വാതക വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമൂസ് പ്രതിസന്ധി പ്രധാന തർക്ക വിഷയമായി ഉയർന്നു വന്നിട്ടും ഉണ്ട്.